പോസ്റ്റർ കാണുമ്പോൾ എന്താണ് തോന്നുക? പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും അനുവദിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറ പണിയാൻ സാധിച്ചില്ല എന്നല്ലേ തോന്നുക? എന്നാൽ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ പണി മുടങ്ങിയത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് അവിടുത്തെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക അംഗങ്ങളോട് ചോദിച്ചാൽ പറഞ്ഞുതരും. ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാരം കഴിഞ്ഞ് 2-3 മാസം തികയുന്നതിനു മുൻപ് തന്നെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് കല്ലറ പണിയുന്നത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ കുടുംബവും പള്ളി ഇടവകയും തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തിരുന്നു. സാധാരണ നിലയിൽ ഇടവകാംഗങ്ങൾ അന്തരിച്ചാൽ സെമിത്തേരിയിൽ ഉള്ള കുടുംബ കല്ലറയിലോ കോമൺ വോൾട്ടിൽ ഓരോ കുടുംബത്തിനും നൽകിയിട്ടുള്ള ബോക്സ് എൻട്രൻസിലോ അതുമല്ലെങ്കിൽ പൊതു കല്ലറയിലോ ആണ് അടക്കം ചെയ്യുക. ഇപ്പോൾ തെമ്മാടിക്കുഴി എന്ന സംവിധാനം ഓർത്തഡോക്സ് സഭയിലില്ല. എന്നാൽ ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയോടുള്ള ആദര സൂചകമായി വൈദികരെ അടക്കുന്നതുപോലെ സെമിത്തേരിക്ക് പുറത്ത് പള്ളിമുറ്റത്ത് അടക്കുകയായിരുന്നു. അദ്ദേഹത്തെ അടക്കിയ സ്ഥലത്ത് കല്ലറ പണിയുന്നതിനുള്ള ആലോചന വന്നപ്പോൾ അവിടെ അതിഗംഭീരമായ ഒരു കുടുംബക്കല്ലറ പണിയാൻ അനുവദിക്കണം എന്ന ആവശ്യം ഉമ്മൻചാണ്ടിയുടെ കുടുംബം മുന്നോട്ടുവെച്ചു. എന്നാൽ ഈ ഒരു കുടുംബത്തിന് മാത്രമായി സെമിത്തേരിക്ക് പുറത്തു കുടുംബ കല്ലറ പണിയാൻ അനുവാദം കൊടുക്കുന്നതിൽ, പ്രത്യേകിച്ചും പരേതന്റെ ഭാര്യയും മകനും മറ്റൊരു പവർ ക്രുസൈഡ് ഗ്രൂപ്പിൽ സംബന്ധിക്കുന്നവരായ സ്ഥിതി കൂടി പരിഗണിച്ച് ഇടവകയിൽ എതിർപ്പ് ഉയരുകയും കുടുംബ കല്ലറ പണിയാൻ ഉള്ള കുടുംബത്തിന്റെ ആവശ്യം നിരാകരിക്കുകയും ചെയ്തു. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ കല്ലറ മോശമായി കിടക്കുന്നതിനോട് ആർക്കും താൽപര്യമില്ലാത്തതിനാൽ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇടപെട്ട് നടത്തിയ അനുനയ നീക്കങ്ങളുടെ ഫലമായി കുടുംബത്തിനുള്ളിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ചു ഗംഭീരമായ ഒരു കല്ലറ പള്ളി ഇടവക തന്നെ നിർമ്മിക്കാനും പൊതുജനങ്ങൾക്ക് എല്ലാ ദിവസവും പകൽ അവിടെ പുഷ്പാർച്ചന അടക്കമുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഉള്ള അനുവാദവും അതിനുള്ള സൗകര്യവും നൽകാം എന്നും തീരുമാനമായി. അതിൻപ്രകാരം കല്ലറ പണിയാനുള്ള ഒരു ഡിസൈൻ തീരുമാനിക്കുകയും ചാണ്ടി ഉമ്മൻ അടക്കമുള്ള കുടുംബാംഗങ്ങളുടെ രേഖാമൂലം ഉള്ള സമ്മതം ലഭിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ കാസർകോട് ജില്ലയിൽ ഉള്ള മാർബിൾ വർക്കിന്റെ ബിസിനസ് ഉള്ള ഒരു കോൺഗ്രസ് നേതാവ് പള്ളിയുമായി ബന്ധപ്പെടുകയും തനിക്ക് ഉമ്മൻചാണ്ടിയുമായി വൈകാരികമായ അടുപ്പവും ആരാധനയും ഒക്കെ ഉള്ളതിനാൽ മാർബിൾ കല്ലറ പണിയുന്നതിനുള്ള ലേബർ ചാർജ് മാത്രം നൽകിയാൽ മതി, മാർബിൾ താൻ സംഭാവനയായി നൽകി കല്ലറ പണിത് നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് ലേബർ ചാർജിന്റെ ആദ്യ ഗഡുവായി 3 ലക്ഷം രൂപയും വാങ്ങിപ്പോയി. ഇടവക ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാറായിട്ടും കല്ലറ പണി തുടങ്ങാത്തതിനാൽ ഭാരവാഹികൾ ഈ കോൺഗ്രസ് നേതാവിനെ ബന്ധപ്പെട്ടപ്പോൾ എല്ലാം ഓരോരോ ഒഴിവുകഴിവുകൾ പറഞ്ഞു വലിപ്പിച്ചു. അവസാനം ഒന്നുകിൽ പണി തീർക്കണം അല്ലെങ്കിൽ പള്ളിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ പണം തിരികെ നൽകണം എന്ന് ആവശ്യപ്പെട്ടതോടെ ആ കോൺഗ്രസ് നേതാവ് പിന്നീട് ഫോൺ പോലും അറ്റൻഡ് ചെയ്യാതായി. ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ നിർമ്മാണം പെൻഡിങ്ങിലായത്. എന്നിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ രോഗാവസ്ഥ അറിഞ്ഞയുടൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കിയ സർക്കാരിനെതിരെ മകൻ എന്തോ അനീതി ആരോപിക്കുന്നത്.